നമ്മൾ ഇന്ന് ബുറുദയും അതുപോലെ സ്വലാത്തും ഒക്കെ സ്റ്റേജിൽ ചൊല്ലുന്നവരും പാടുന്നവരും പറയുന്നവരുമായ കുട്ടികൾ പോലും ചെയ്യുന്ന ചില കോപ്രായങ്ങൾ കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നൗഷാദ് ബാക്കവിക്കടക്കം വല്ലാത്ത വിഷമം തോന്നിയൊരു സാഹചര്യമാണ് ബുർദ മജ്ലിസുകളിൽ ഇരുന്നു കൊണ്ട് ഇതുപോലെ മുസ്ലിയാര് കുട്ടികൾ കോപ്രായം പാടുന്നതും അതിൻ്റെ ചുവട് വെച്ചുകൊണ്ട് അവരുടെ വാദ്യോപകരണങ്ങൾ അത് ഉപയോഗിക്കുന്നതും കാണുമ്പോൾ അത് നമ്മൾ തുറന്നു പറഞ്ഞാൽ ഇവർക്കൊക്കെ അത് വള്ളി ട്രൗസറാണ്. ഇതുപോലെയുള്ള പണ്ഡിതന്മാർ മുസ്ലിയാക്കന്മാർ അത് വിളിച്ചു പറയുമ്പോൾ ബർമുടയുമാണ്. ഇതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കല്യാണ വീട്ടിൽ നടന്ന ഒരു ബുർദയുടെ ഇടയിൽ പാടിയ അല്ലെങ്കിൽ അവസാന ഭാഗത്ത് പാടിയ ഒരു ഗാനം, ആ ഗാനത്തിൽ ആഭാസമുണ്ട്. അത് നിങ്ങൾ ആളുകൾക്ക് മുമ്പിൽ ഇരുന്നു കൊണ്ടിങ്ങനെ പാടരുത് എന്ന് പറഞ്ഞപ്പോൾ കുറ്റം പറഞ്ഞ ആളുകളെ നിങ്ങൾക്ക് കേൾക്കുവാൻ വേണ്ടിയാണ് നൗഷാദ് ബാക്കവി പറഞ്ഞ വാക്കുകൾ. നമ്മൾ പറഞ്ഞാൽ അത് കുറ്റമാണ്, നൗഷാദ് ബാക്കവി പറഞ്ഞാൽ വേദവാക്യമാണെങ്കിൽ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ബുറുദയൊക്കെ ഇന്ന് ബ്രേക്ക് ഡാൻസിന്റെ മോഡലിൽ, സിനിമാറ്റിക് ഡാൻസിന്റെ മോഡലിൽ കുറെ ശബ്ദ കോലാഹലങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ ആടിത്തിമിർക്കുന്ന, അത് കാണാൻ കുറെ ആളുകൾ കേറി യവന്മാർക്ക് അടി കൊടുത്തിട്ട് ഇറക്കി വിടണ്ടേ? അതാണ് കേറി ഇവന്മാർക്ക് അടി കൊടുത്തിട്ട് ഇറക്കി വിടണ്ടേ എന്നാണ് നൗഷാദ് ബാക്കവി ചോദിക്കുന്നത്. തലേക്കെട്ട് അത് ഒരു മാനദണ്ഡമേ അല്ല. തല്ല് കൊടുക്കുവാന് തലേക്കെട്ട് അത് നോക്കേണ്ടതില്ല എന്നുള്ളത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. കേട്ടു നോക്കൂ. തലക്കെട്ടെന്ന് നിങ്ങൾ നോക്കണ്ട, തലക്കെട്ട് കെട്ടിയവരെല്ലാവരും സ്വർഗത്തിലാണെന്ന് ആരും പറഞ്ഞിട്ടൊന്നുമില്ല. ബുറുദ എന്ന് പറയുമ്പോൾ അതിനൊരു ഭംഗിയില്ലേ? ബുറുദ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൗലായ അങ്ങനെ കുറെ ശബ്ദം ഉണ്ടാക്കിയിട്ട് എന്ത് ബുറുദയാണ് ചെല്ലുക? ബുർദ എന്ന് പറഞ്ഞാൽ അതിനൊരു ഭംഗിയില്ലേ എന്നാണ് നൗഷാദ് ബാക്കവി ചോദിക്കുന്നത്. അതിന് വലിയ ഭംഗിയൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറയുന്ന പോലെ എന്ന് പറയുന്നത് മാത്രമല്ല, അതിൽ അള്ളാഹുവിനെ വിളിക്കുന്നത് പോലും കളിയാക്കിക്കൊണ്ടാണ്. അല്ലാ 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 അല്ലാ, ഈ രൂപത്തിലൊക്കെയാണ് അവർ അള്ളാഹിനെ വിളിക്കാറുള്ളത്. അതുപോലെ തന്നെ ബുർദ എന്ന് പറയുന്ന ഒരു കാവ്യം അല്ലെങ്കിൽ ഒരു ബെയ്ത്ത്, അത് റസൂലുള്ളാഹിനെ പ്രകീർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ചൊല്ലാറുള്ളത്. പ്രിയമുള്ളവരെ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രകീർത്തിക്കലല്ല. ഈ രൂപത്തിൽ ബുർദയുടെ പേര് പറഞ്ഞുകൊണ്ട് ആഭാസങ്ങൾ നടത്തുവാൻ വേണ്ടി തന്നെയാണ്. ബാക്കി നൗഷാദ് ബാക്കവി പറയട്ടെ. അങ്ങനെ കുറെ ശബ്ദമുണ്ടാക്കിയിട്ട് ഇവരാരെയാണ് പ്രീതിപ്പെടുത്തുന്നത്? ഇന്നതൊക്കെ മാറി ബുറുദവിന്റെ കല്യാണ വീട്ടിലായി. ബുറുദവിന്റെ കല്യാണ വീട്ടിലായി. ആയിക്കോട്ടെ, കുറെ ഉസ്താദുമാർ അതിനെതിരെ പ്രസംഗിച്ചു. ഞാൻ അതിനെതിരൊന്നും പറയുന്നില്ല. കല്യാണ വീട്ടിൽ ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്വഹാബാക്കൾ ആരെങ്കിലും ഇങ്ങനെ കല്യാണ വീട്ടിൽ ബുർദ പാടിയിട്ട് ഇതുപോലെ ഡ്വൽ മീനിങ് ഉള്ള ദ്വയാർത്ഥമുള്ള കാര്യങ്ങൾ പാടിക്കൊണ്ട് ആളുകളെ സുഖിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളത് തല കാണൂലായിരുന്നു അന്ന് അങ്ങനെ ചെയ്തിരുന്നു എങ്കിൽ. ആ ഉസ്താദ് പറയും. പക്ഷേ അത് കല്യാണ വീട്ടിലായി ഇപ്പോ ബുർദയ്ക്ക് പകരം പുതിയാപ്പിളയുടെയും പുതിയവണ്ണിന്റെയും മദ്ഹായി. ബുർദ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹല്ലേ. അങ്ങനെ ഒരു മദ്ഹ് പാടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് കാണിച്ചു തന്നിട്ടുണ്ടോ? മദ്ഹ് എന്ന് പറയാൻ നമുക്ക് ഇഷ്ടംപോലെ മദ്ഹ് വേറെയില്ലേ? ഈ ഇല്ലാത്ത കഥകളും മറ്റുള്ളതൊക്കെ പാടെ കൂട്ടിക്കുഴച്ചുകൊണ്ടുള്ള ആ ഒരു സംഭവം വേണോ എന്നുള്ളതാണ്. പറയും. അതിന് പകരം ഇപ്പൊ പുതിയവണ്ണിന്റെയും പുതിയാപ്പിളയുടെയും മദ്ഹായി. അതെന്താ അങ്ങനെ വന്നതെന്നറിയോ? ഹറാമായൊരു കാര്യം, ബിദഅത്തായൊരു കാര്യം ഇല്ലാത്തത് ദീനിലേക്ക് കടത്തിക്കൂട്ടിയാൽ അത് പിന്നീട് അതിന് അവസ്ഥാന്തരങ്ങളിലൂടെ കാലാന്തരങ്ങളിലൂടെ അതിന് പരിണാമം സംഭവിച്ചുകൊണ്ട് അതിങ്ങനെ മാറി 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 നിങ്ങൾക്കൊക്കെ തലവേദനയുണ്ടാകുന്ന വിധത്തിൽ വൃത്തികേടിലേക്ക് അത് എത്തിപ്പെടും. അതുകൊണ്ട് തന്നെയാണ് ബിദഅത്ത് വേണ്ടെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെയുള്ള കോപ്രായങ്ങൾ നമുക്ക് വേണ്ട എന്നുള്ളത്. ഇവിടെയുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങളും അതുപോലെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളൊക്കെ ഇസ്ലാമിക് മൂവ്മെന്റുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറയും. അതിങ്ങനെ കണ്ടിട്ട് ചില ആളുകൾ അതിന്റെ അടിയിൽ എഴുതുകയാണ്, നൗഷാദ് ബാക്കവി ഒരു ബാക്കവിയും ഇതിനെതിരെ പ്രസംഗിക്കൂല. പിന്നെ എന്റെ കൊച്ചാപ്പാട മക്കളല്ലേ അത് പാടാൻ പോയത്? അത് താങ്കളുടെ കൊച്ചാപ്പാക്കിൻ്റെ മക്കൾ പാടാൻ പോയത് കൊണ്ടോ അല്ലെങ്കിൽ അതുകൊണ്ടല്ല. ആളുകൾ പറയുന്നത് നിങ്ങളൊക്കെ വലിയ വലിയ ഇൽമിൻ്റെ മജ്ലിസുകൾ നടത്തുന്ന ആളുകളാണ്, നിങ്ങൾ ഇതിനെതിരെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാരാണ്. അത് പറഞ്ഞത് അങ്ങക്ക് നൊന്തുവെങ്കിൽ അവരോട് ക്ഷമ പറയാം അല്ലേ?
എൻ്റെ പൊന്നാര മുസ്ലിയാരെ, നിങ്ങൾ ലക്ഷങ്ങൾ വാങ്ങിക്കൊണ്ട് ആയിരങ്ങളുടെയും പതിനായിരങ്ങളുടെയും മുമ്പിൽ നിന്നുകൊണ്ട് വാതോരാതെ പ്രസംഗിക്കുന്നുണ്ടല്ലോ, പ്രഭാഷണം നടത്തുന്നുണ്ടല്ലോ, കോടികൾ അവിടെ നിന്നും പിരിച്ചെടുക്കുന്നുണ്ടല്ലോ. അതിനിടയ്ക്ക് ഒരിക്കലെങ്കിലും നസിഹത്തോടെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്ക് എന്നാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതും നിങ്ങൾക്ക് അലോസരമായി അല്ലേ? സുഖത്തിൻ്റെ ഒരു ജീവിത ആ ഒരു രീതി മാത്രം സ്വപ്നം കാണുന്ന ആളുകൾക്ക് ആരെങ്കിലും നസിഹത്തോടെ എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ വേദനയും ബുദ്ധിമുട്ടും ദേഷ്യവും വെറുപ്പും ഒക്കെ ആകുമെന്ന് എല്ലാവർക്കും അറിയാം. താങ്കൾ പറയൂ. പുതിയാപ്പളയുടെ മദ്ഹ് എന്നിട്ട് പുതിയവൻ ഇറങ്ങി വരുമ്പോ റുസ്തമോൾ റുസ്തമോൾ റുസ്തമോൾ. ഇത് തന്നെയാണ് ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ, റിയാക്റ്റിംഗ് വീഡിയോസിലുണ്ടായിരുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. റുസ്തമോൾ 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 ഇങ്ങനെ പാടിക്കൊണ്ട് ഒരു പുതിയ പെണ്ണിൻ്റെ ഒരു സക്കാഫിയാണത്രേ. ഈ സക്കാഫി ഇതുപോലെ മറ്റു വേദികളിൽ പോയിട്ട് ഇതുപോലെയുള്ള വിവരക്കേടുകൾ പാടുന്ന ഒരു ആൾ തന്നെയാണ്. അയാളുടെ വിവാഹത്തിൻ്റെ ഒരു ക്ഷണക്കത്ത് പോലെയുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റൊക്കെ എനിക്ക് ഇന്നലെ കിട്ടിയിരുന്നു. ഏതായാലും അതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ അയാൾ നിക്കാഹ് കഴിച്ചതാണോ ഇനി നിക്കാഹ് കഴിക്കാൻ പോണതാണെന്ന് അറിയില്ല. ഒരു പെണ്ണിൻ്റെ അവളുടെ പേരിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇത് റുസ്ത മൗലൂദാണോ അതോ സമദ് മൗലൂദാണോ അതോ റുസ്ത സമദ് കോംബോ ആണോ എന്നൊക്കെ അവരൊന്ന് വിശദീകരിക്കേണ്ടതുണ്ടായിരുന്നു. എന്തായാലും ഇദ്ദേഹം റുസ്തമോൾ എന്ന് പറഞ്ഞപ്പോൾ ആർക്കും കുരുപൊട്ടിയില്ല. മൻസൂർ മണ്ണാർക്കാട് പറഞ്ഞാൽ എന്തിനാടാ ഉവ്വേ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ കുരുപൊട്ടുന്നത് എന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു. ഇത് ഇന്നലെ ആ വീഡിയോയിൽ വന്ന് കുരുപൊട്ടിച്ച ആളുകളൊക്കെ പറയട്ടെ. എന്തായാലും നൗഷാദ് ബാക്കവി പറയട്ടെ. നട്ടലുള്ള ഒരാണ് ആ വീട്ടിൽ ഇല്ലാതായി. ഈമാനുള്ളവൻ, നട്ടല്ലുള്ളെന്ന് ഞാൻ പറയണില്ല, ഈമാനുള്ള ഒരാണ് ആ വീട്ടിൽ ഇല്ലാതായി. ഈമാനും നട്ടെല്ലും കൂടി ഒരുമിച്ചുള്ള ഒരാൾ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ 4-5 മുകറ് പൊളിയുമായിരുന്നു എന്ന് പറഞ്ഞാൽ മോന്തയ്ക്ക് കിട്ടുമായിരുന്നു, ചെള്ളക്ക് കിട്ടുമായിരുന്നു എന്നർത്ഥം. പറയും. ഈ തലക്കെട്ടും കെട്ടി ഇസ്ലാമിന്റെ വേഷം ധരിച്ചിട്ട് ഈ റുസ്തമോളെ ഉണ്ടാക്കണ്ട. അല്ലാത്ത വേഷത്തിൽ പോയി നിങ്ങൾ എന്ത് അഭിപ്രായം വേണോ കാണിച്ചു. എന്ത് മോശാണ്. പുതിയാപ്പള ഇതുവരെ കാണിക്കാത്തത് റുസ്തമൊക്കെ കാണിക്കാൻ പോകുന്നതാണ് പാട്ടിൽ പറയുന്നത്. അത് നമ്മൾ തിരുത്തി പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ എടുത്തു പറഞ്ഞപ്പോൾ ഇവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അത് തെറ്റായിരുന്നു. ഞാൻ അത് വേറൊരു അർത്ഥത്തിലേക്ക് മുത്തുച്ചിപ്പിയിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞത്. നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ തന്നെയാണ് അത് മുത്തുച്ചിപ്പിയാക്കി കൊണ്ടുപോയത്. ഇപ്പോൾ നൗഷാദ് ബാക്കവി പറയുമ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല, അത് വലിയ ഇല്ലേ, നമ്മളെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ തലയിൽ മക്കാനായിട്ട് വയലു പറയുന്ന ആളല്ലേ. മൻസൂർ മണ്ണാർക്കാടിനെ പോലെയുള്ള ആളുകളൊക്കെ യൂട്യൂബിൽ ഇരുന്നിട്ട് എന്തൊക്കെയാ പറയുന്ന ആളുകളല്ലേ. രണ്ടും പറയുന്നത് എന്താണ്, അതിൽ മെറിറ്റ് എന്താണ് ഡിമെറിറ്റ് എന്താണെന്ന് വ്യക്തമായിട്ട് നോക്കുക തന്നെ വേണം. കാര്യം ആര് പറഞ്ഞാലും എടുക്കണ സഹോദരന്മാരെ, അതാണ് മെയിന്. പറയൂ. നമ്മൾ ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിച്ചൂടെ? പച്ചക്ക് ഇതിങ്ങനെ പറഞ്ഞു എതിർത്തില്ലെങ്കിൽ യുവന്മാരെ അടുത്ത വീട്ടിലും പോയിരുന്നു പാടും. അതിനു മുമ്പേ നൗഷാദ് ബാക്കവി താങ്കൾ പറയേണ്ടത്, ഇതുപോലെയുള്ള ബിദ്അത്തുകൾ ആദ്യം മുതലേ എതിർത്തിരുന്നുവെങ്കിൽ ഇതുപോലെയുള്ള വിവരക്കേടുകൾ അതിൽ പാടൽ വരില്ലായിരുന്നു എന്നുള്ള ആ ഒരു കാര്യം കൂടി അല്ലേ. ബിദ്അത്തായിട്ടുള്ള ഇസ്ലാമിലില്ലാത്ത, ഇസ്ലാമിൻ്റെ പേരിലേക്ക് കുത്തി നിറയ്ക്കുന്ന, കടത്തിക്കൂട്ടുന്ന, കട്ടുകൊണ്ടുവരുന്ന ആ കാര്യങ്ങൾ അത് മുളയിലേ നുള്ളിയാൽ മതി. ഇന്ന് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവൂലേ. പറയും. പാടി കിട്ടുമ്പോ പിന്നെ പാടൂല. നമ്മളത് ആരെന്നോ നോക്കണ്ട, അത് ഏത് മുസ്ലിയാരെന്നോ ഏത് തലേക്കെട്ടെന്നോ നോക്കണ്ട. അത് വളരെ വൃത്തികേടാണ്. അതെ, അത് വളരെ വൃത്തികേടാണ്. ഏത് തലയെക്കെട്ടുകാരനാണെങ്കിലും വൃത്തികേട് കാട്ടിക്കഴിഞ്ഞാൽ കൈകാര്യം ചെയ്യുക. അതന്നെയാണ്. പറയും. അതൊരു ബുറുദ പാടുന്ന രീതിയിൽ മജ്‌ലിസിൽ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമല്ല. അതെല്ലാം അഴിച്ചു കളഞ്ഞിട്ട് അവർ ചെയ്തോട്ടെ. അഴിച്ചു കളഞ്ഞാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. വിവാഹം എന്നുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പവിത്രമായ ഒരു കാര്യമാണ്. അവിടെ ഇരുന്നിട്ട് ഈ വൃത്തികേടല്ല പറയേണ്ടത്. അങ്ങനെ വേഷം അഴിച്ചു വെച്ചിട്ട് ചെല്ലിയാലും അത് കൈകാര്യം ചെയ്യണം. പറയും. വേഷത്തിന് ഈ ഉമ്മത്ത് കൊടുക്കുന്ന ഒരു ബഹുമാനമുണ്ട്. അതാണ് ഈ ഉമ്മത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വേഷവിധാനത്തിന് ഈ ഉമ്മത്ത് അളവിൽ കൂടുതൽ ബഹുമാനം നൽകി, ആദരവ് നൽകി. ആ ആദരവും ബഹുമാനവും ചൂഷണം ചെയ്തുകൊണ്ട് ഈ ഉമ്മത്തിനെ അവര് ഏതൊക്കെ നിലയ്ക്ക് ചൂഷണം ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പറയും. ഒരു ആദരവുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്ത് ആ ആദരവിനെ? ആ ആദരവൊക്കെ ഇപ്പോൾ കാറ്റിലൂടെ പറന്നു പോകാൻ തുടങ്ങുകയാണ് മുസ്ലിയാരെ. നിങ്ങളുടെ ഈ വേഷവിധാനങ്ങൾ ആളുകളെ വഞ്ചിക്കുവാനുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് എല്ലാവർക്കും തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും പറയണ്ടോ നിങ്ങൾക്ക്? നമുക്ക് ഹൗദുൽ കൗസർ വേണമെങ്കിൽ നമ്മളതിന് ഏറ്റവും യോഗ്യതയുള്ള അർഹതയുള്ള ആളായി രൂപഭാവത്തിൽ വലിയ മാറ്റം നമുക്കുണ്ടാവണം. എന്നാലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടൂല. രൂപഭാവത്തിലല്ല ഹൗദുൽ കൗസർ കിട്ടുക എന്നുള്ളതിൻ്റെ
ആ ഒരു മാനദണ്ഡ രൂപഭാവമൊന്നുമല്ല. അവിടെ ബിദ്അത്ത് ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം മതത്തിലേക്ക് പുതിയ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പിഴച്ച വാദങ്ങൾ, പിഴച്ച ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ കൊണ്ടുവരുന്ന ആളുകൾക്ക് ഹൗദുൽ കൗസർ കൊടുക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഈ ബിദ്അത്തുകാർക്കും, ബിദഈകൾ എന്ന് പറയുന്നത് നവോത്ഥാന പ്രസ്ഥാനങ്ങളല്ല, ഈ ബുർദിയും അതുപോലെ മാലിയും മൗലൂദും മങ്കൂസും കുങ്കൂസും മങ്കീസും അതുപോലെയുള്ള ആ കുറേ സാധനങ്ങളായിട്ട് നടക്കുന്ന ആളുകൾക്ക് അവർക്ക് സുഹക്ക എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു മറയിടുമ്പോൾ എന്താണ് എൻ്റെ ഉമ്മത്തിനിടയിൽ മറയിടുന്നതെന്ന് അള്ളാഹുവോട് അള്ളാഹുവിൻ്റെ ഹബീബ് ചോദിക്കുമ്പോൾ തങ്ങളുടെ കാലശേഷം ഇസ്ലാമിൽ ബിദ്അത്തുകൾ, ഇല്ലാത്ത പുത്തനാചാരങ്ങൾ കടത്തിക്കൂട്ടിയ ബിദഈകളാണ് അവരെന്ന് പറയുമ്പോൾ സുഹക്ക എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് അവർ ആട്ടി അകറ്റും. അങ്ങനെ ഹൗദുൽ കൗസർ അവർക്ക് കിട്ടൂല. അത് വേഷം വിധാനമൊന്നുമല്ല അതിൻ്റെ മാനദണ്ഡം. ബിദ്അത്തുകൾ, ബുർദ ബിദ്അത്താണ്. അത് റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്തിന് അറിയില്ല, താബീയങ്ങൾക്കും താബീയങ്ങൾക്കും അറിയില്ല. അത്രയുള്ളൂ കാര്യം. അപ്പോൾ ഇതൊക്കെയാണ്. ഏതായാലും നമുക്ക് ആ അവസാനത്തിൽ ആ പാട്ടിൻ്റെ 2 വരി ഒന്ന് കേൾക്കാം അല്ലേ? നീ കാത്തിരുന്ന നാളിതാ നാരി റുസ്തദാ ഹൈ കഞ്ച നോക്കി വന്നിതമോൾ റുസ്തമോൾ 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 മംഗലി തറവാട്ടി നിന്നു മംഗളമാണ്, തറവാട്ടി നിന്നു മംഗളമാണ്. കാണാത്ത കാഴ്ച സമിതി കാണിക്കും, പല കേൾക്കാത്ത കിസ്സ കേട്ട് രസിക്കും. കാണാത്ത കാഴ്ച സമിതി കാണിക്കും, പല കേൾക്കാത്ത കിസ്സ കേട്ട് രസിക്കും. മതി, ഇത്രേ ഉള്ളൂ. അതിൽ നല്ല വരികൾ ഉണ്ടായിരുന്നു എങ്കിൽ തന്നെ അതെല്ലാം കേടുവരുത്തുന്ന വിധത്തിലുള്ള വൃത്തികെട്ട വരികളാണ് ഇവിടെ നമ്മൾ കേട്ടത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും മനസ്സിലാക്കുക, ഇതൊന്നുമല്ല ദീനുൽ ഇസ്ലാം, ഇതുപോലെയൊന്നുമല്ല കാര്യങ്ങൾ നടത്തേണ്ടത്. അത് ഇതുപോലെയുള്ള പിഴച്ച വാദങ്ങൾ ഇതിലേക്ക് കടത്തിക്കൂട്ടുന്ന ഉസ്താദുമാർ, മുസ്ലിയാക്കന്മാർ മനസ്സിലാക്കുക. അത് നിങ്ങളുടെ കൈവിട്ടു പോകുന്ന തലങ്ങളിലേക്ക്, മേഖലകളിലേക്ക് പോയിപ്പോകുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ ഇപ്പോൾ നാടുകളിലൂടെയൊക്കെ ചന്ദനക്കുടങ്ങളും നേർച്ചകളും നടക്കാറുണ്ട്. അതെന്തെങ്കിലും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ ആദ്യം കാണിച്ചു കൊടുത്തു, പിന്നെ അത് നിങ്ങൾക്കും വേണ്ട എന്ന് തോന്നുന്ന സമയത്ത് അത് നിങ്ങൾക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത രൂപത്തിലേക്ക് അത് വഴിപിഴച്ചു പോയ ആ ഒരവസ്ഥയുണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് എന്തായാലും ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഉമ്മത്തിനെ രക്ഷപ്പെടുത്തേണ്ടവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം കാണുമ്പോൾ അത് വിമർശിക്കുക തന്നെ ചെയ്യും. വിമർശിക്കപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്യാതിരിക്കണം എന്നുള്ളൊരു കാര്യമുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇതാരോടുള്ള വെറുപ്പല്ല. ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഇനിയും തുറന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. നാവരിയുന്നത് വരെയും തുറന്നു പറയലുകൾ, സത്യം പറയലുകൾ തുടർന്നു കൊണ്ടിരിക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട്. അത് നടക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. ഈ വീഡിയോ അതിൻ്റെ പിന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.